വത്തിക്കാൻ വോയിസ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും വളരെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സന്ദേശങ്ങൾ, പ്രസംഗങ്ങൾ, രേഖകൾ എന്നിവയുടെ ഉള്ളടക്കങ്ങൾ മലയാളിക്ക് പരിചയപ്പെടുത്തുകയാണ് ഈ പ്രോഗ്രാം വഴി ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 എപ്പിസോഡുകളിൽ അടുത്ത കൊല്ലം ജൂബിലി വർഷമാണ് 2025. ഈശോയുടെ പിറവിയുടെ 2025 വർഷമാണ് നമ്മൾ ആഘോഷിക്കുന്നത്. വലിയ തീർത്ഥാടനത്തിൻ്റെയും വലിയ ആന്തരിക നവീകരണത്തിൻ്റെയും കർത്താവിനെ നവമായി തീക്ഷ്ണമായി കണ്ടെത്താനുള്ള അവസരമായും ഒക്കെ കാണുന്ന സമയമാണിത്. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇത് ആഘോഷിക്കേണ്ടത് എങ്ങനെയെന്ന് നമ്മളെ കാണിച്ചുകൊണ്ട്, നമുക്ക് വ്യക്തമാക്കിക്കൊണ്ട് ഒരു രേഖ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, ഭഗ്നാശരാക്കുന്നില്ല എന്ന കാര്യമാണ് അദ്ദേഹം അതുവഴി നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 5-ാം വചനത്തെ ആസ്പദമാക്കിയാണ് ഈ ജൂബിലി വർഷത്തിൻ്റെ ചിന്തകൾ അദ്ദേഹം അവതരിപ്പിക്കുന്നത്. പ്രത്യാശ ഒത്തിരി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. യുദ്ധങ്ങളും ദാരിദ്ര്യങ്ങളും മനുഷ്യർ തമ്മിലുള്ള വിടവുകളും എല്ലാം നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ പ്രത്യാശ നമ്മളെ ഭഗ്നാശരാക്കരുത്, നിരാശപ്പെടുത്തരുത്, നമ്മെ മുന്നോട്ട് നയിക്കാനിടയാക്കണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. അതിന് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം ഈശോയുടെ സ്നേഹമാണ്, കുരിശിൽ വെളിപ്പെട്ട സ്നേഹമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മാർപ്പാപ്പ തൻ്റെ ഈ ചിന്തകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിൻ്റെ ആദ്യ ഭാഗത്തുള്ള കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നിങ്ങളുമായി പങ്കുവെച്ചതാണ്. അത് തുടരുകയാണ്. പ്രതീക്ഷ വീണ്ടും കണ്ടെത്തണം, അതാണ് മാർപ്പാപ്പ തറപ്പിച്ച് പറയുന്നത്. പ്രതീക്ഷയിലാണ് ജീവിതം കരുപ്പിടിപ്പിക്കേണ്ടത്. ഏറെ പ്രതീക്ഷ ജീവിതം തരുന്നുണ്ട്. നാം ജീവിക്കുന്ന ഈ പ്രപഞ്ചവും ഈ ലോകവും നമുക്ക് പ്രത്യാശാനിർഭരമായ ധാരാളം അടയാളങ്ങൾ സൃഷ്ടിയുടെ വലിയ മനോഹാരിത എന്ന നിലയിൽ, ദൈവത്തിൻ്റെ പ്രവർത്തനമെന്ന നിലയിൽ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. ആ കാര്യങ്ങൾ ഓർക്കണം. മാർപ്പാപ്പ പറയുന്ന നല്ല സുഹൃത്ത് ബന്ധങ്ങൾ, മനുഷ്യർ തമ്മിലുള്ള സൗഹൃദങ്ങൾ എല്ലാം നമുക്ക് നമ്മിലുള്ള നിഷേധാത്മകതയെ ഇല്ലാതാക്കാൻ പോന്നതാണ് എന്ന് പറയുകയാണ്. നമ്മളിലുള്ള പ്രത്യാശയെ പ്രചോദിപ്പിക്കും. നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കുക, സഹോദരന്മാരെ പോലെ കാണാൻ കഴിയുക, അതെല്ലാം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ആർക്കും ഇനി സ്വസ്ഥമായിരിക്കാൻ പറ്റില്ല എന്ന് മാർപ്പാപ്പ പറയുകയാണ്. ഇത് മതി എന്ന് പറയാൻ സാധിക്കില്ല, അങ്ങനെ വിശ്രമിക്കാനും നമുക്ക് പറ്റില്ല. ചുമ്മാ സ്വപ്നം കണ്ടുകൊണ്ടിരുന്നാൽ പോരാ, നമ്മൾ പ്രവർത്തിക്കണം. ഇവിടുത്തെ ഈ അവസ്ഥയിൽ നമ്മളിങ്ങനെ നിശ്ചഞ്ചലരായിരിക്കാതെ ഭാവിക്കായി ഉണർന്നു പ്രവർത്തിക്കാനാണ് മാർപ്പാപ്പ നമ്മോട് പറയുന്നത്. ഉത്സാഹത്തോടെ പ്രവർത്തിക്കാൻ നമ്മോട് പറയുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം അടിവരയിട്ട് മാർപ്പാപ്പ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഭൗതിക യാഥാർത്ഥ്യങ്ങളിൽ മാത്രമായി നാം നമ്മുടെ സാക്ഷാത്കാരം അന്വേഷിക്കരുത്. നാം നമ്മെ തന്നെ സാക്ഷാത്കരിക്കുന്നത് ഇന്നത്തെ ലോകത്തിൻ്റെ വലിയ ഒരു കെടുതിയാണത്. ഭൗതികതയുടെ അതിപ്രസരം നിലനിൽക്കുന്നു, ഉപഭോഗ സംസ്കാരം ശക്തിപ്പെടുന്നു, എല്ലാം ക്ഷണികമായ ഈ ലോക സൗകര്യങ്ങൾക്ക് വേണ്ടി നമ്മളെ തന്നെ നമ്മൾ വിട്ടുകൊടുക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഭൗതികതയിൽ നമ്മൾ വീണു പോവുകയാണ്. അതുകൊണ്ട് മാർപ്പാപ്പ പറയുകയാണ്, ആത്യന്തിക മൂല്യങ്ങൾ കൈവിടരുത്. പരമമായ മൂല്യങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ സ്ഥാനമുണ്ടാകണം. അത് അന്വേഷിക്കുകയും അത് നടപ്പാക്കുകയും ചെയ്യുക എന്നതാണ് പ്രത്യാശ നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്ന വലിയ കാര്യം എന്ന് ഈ രേഖയിൽ മാർപ്പാപ്പ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. പിന്നീട് മാർപ്പാപ്പ പറയുന്നത്, ഈ പ്രതീക്ഷയുടെ വ്യക്തമായ അടയാളങ്ങൾ നമുക്ക് എടുത്തുകാട്ടി തരികയാണ്, നമ്മളോട് ചിന്തിക്കാൻ പറയുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ എടുക്കേണ്ട നിലപാടുകൾ, കർമ്മപരിപാടികൾ എന്തൊക്കെയാണ് എന്നും
മാർപ്പാപ്പ നമ്മോട് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ആന്തരിക സംഘർഷങ്ങളാലും മൃഗീയമായ യുദ്ധങ്ങളാലും കീറിമുറിക്കപ്പെട്ട ഈ ലോകത്തിന് വേണ്ടത് എന്താണ് എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്ന കാര്യങ്ങളാണ് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. മാർപ്പാപ്പ അക്കമിട്ട് പറയുന്നുണ്ട്, നാം നമ്മുടേതായ സാഹചര്യത്തിലും വ്യക്തി ജീവിതത്തിലും ഏതൊക്കെ നടത്താൻ സാധിക്കുമെന്ന് പ്രത്യേകം ആലോചിക്കേണ്ടതാണ്. ഇതൊരു മാർഗനിർദ്ദേശം എന്ന നിലയിലാണല്ലോ മാർപ്പാപ്പ നമുക്ക് നൽകിയിരിക്കുന്നത്. ഒന്നാമത് മാർപ്പാപ്പ പറയുന്ന ഒരു കാര്യം, പ്രത്യേകിച്ച് യുദ്ധങ്ങളൊക്കെ നടക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ്, യുദ്ധത്തടവുകാർക്ക് അന്യായമായി പലപ്പോഴും ആളുകളെ പിടിച്ച് ജയിലിലിട്ടിട്ടുണ്ട്. മാപ്പ് കൊടുക്കുകയും വിടുകയും ചെയ്യണമെന്ന് മാർപ്പാപ്പ പറയുകയാണ്. കാരണം കൂടാതെ ജയിലുകളിൽ പീഡിതരായിരിക്കുന്ന, ബലഹീനരായിരിക്കുന്ന, ക്ഷീണമനുഭവിക്കുന്ന ആളുകളെ, യുദ്ധത്തടവുകാരെക്കുറിച്ചാണ് മാർപ്പാപ്പ ഇത് കൂടുതലായി പറയുന്നത്. ജയിലുകളിൽ കിടക്കുന്നതിൽ ഒത്തിരി ആളുകൾ അല്ലെങ്കിൽ കുറ്റരഹിതരാണ് എന്ന് പറയാറുണ്ട്. അത് നമ്മുടെ പ്രവർത്തനത്തിൽ വരേണ്ടതാണ്. കേരളത്തിലൊക്കെ ജീസസ് പട്ടേണിറ്റി എന്ന് പറയുന്ന പ്രസ്ഥാനമുണ്ട്. ജയിലിൽ തടവറയിൽ കഴിയുന്ന ആളുകളെ, പ്രത്യേകിച്ച് അവരുടെ തെറ്റ് ചെയ്തവരാണെങ്കിൽ അവരെ മാനസാന്തരപ്പെടുത്താനും തെറ്റ് ചെയ്യാത്തവർക്ക് ആശ്വാസം പകർന്നു കൊടുക്കാനും അവരെ സഹായിക്കാനും അവരുടെ കുടുംബങ്ങൾക്ക് സഹായം എത്തിക്കാനും ഒക്കെയുള്ള പ്രവർത്തനങ്ങളാണ് ജീസസ് പട്ടേണിറ്റി എന്ന പ്രസ്ഥാനം വഴി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ലോകമെമ്പാടും ഉണ്ടാകേണ്ട ഒരു പ്രവർത്തനമായി മാർപ്പാപ്പ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. മറ്റൊന്ന്, രോഗികളോട് അടുപ്പവും സ്നേഹവും ഉണ്ടാകണം. എല്ലാ മനുഷ്യരും അനുഭവിക്കുന്ന ഒന്നാണ് രോഗം, ദുരിതങ്ങൾ. വീട്ടിൽ വിഷമിച്ച് കിടക്കുന്നവരുണ്ടാകാം, മാരകമായ രോഗങ്ങളാൽ വിഷമിക്കുന്നവരുണ്ടാകാം, വാർദ്ധക്യത്താൽ വിഷമിക്കുന്നവരുണ്ടാകാം, ആശുപത്രിയിൽ കിടക്കുന്നവരുണ്ടാകാം. അവരോട് അടുപ്പവും സ്നേഹവും കാണിക്കാൻ കഴിയണം. അത് പ്രത്യാശയുടെ ഒരു അടയാളമാണ്, സ്പഷ്ടമായ അടയാളമാണ്, വ്യക്തമായ അടയാളമാണ് എന്ന് പരിശുദ്ധ പിതാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. മൂന്നാമത്തത്, ഡിസബിലിറ്റീസ്, അംഗവിഹീനതകൾ, ക്ലേശകരമായ സാഹചര്യങ്ങളിൽ ജീവിക്കുന്നവർ, അവരെ നമ്മുടെ പൊതുസമൂഹത്തിൽ പൊതുപ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്താൻ പെടുത്തത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ നടക്കണം, ശ്രദ്ധയുണ്ടാകണമെന്ന് മാർപ്പാപ്പ പറയുകയാണ്. അവർക്ക് ശ്രദ്ധ കൊടുക്കുന്നത് മനുഷ്യമഹത്വത്തിനുള്ള ഒരു ഗീതമാണ് എന്ന് മാർപ്പാപ്പ പറയുകയാണ്. മനുഷ്യമഹത്വത്തിൻ്റെ ഒരു അംഗീകാരമാണ്, ഗീതമാണ്, പ്രഖ്യാപനമാണ്, പ്രതീക്ഷയുടെ ഗാനമാണത് എന്ന് മാർപ്പാപ്പ പറയുക. അല്പം ആലങ്കാരികമായ വാക്കുകളാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അത് സമൂഹം മുഴുവൻ്റെയും ഒരു ഗായക സംഘം പാടുന്നത് പോലെയുള്ള എല്ലാവരുടെയും പങ്കാളിത്തം ആവശ്യപ്പെടുന്ന ഒന്നായി മാറണമെന്നാണ് മാർപ്പാപ്പ പറയുന്നത്. നമുക്കറിയാം, കഴിവ് കുറഞ്ഞ ആളുകൾ, ബലഹീനരായ ആളുകൾ, അംഗവിഹീനർ, ഇങ്ങനെ സമൂഹത്താൽ ഇന്ന് പ്രത്യേകിച്ച് അവഗണിക്കപ്പെടുന്ന ആളുകളിലേക്ക് ശ്രദ്ധയുണ്ടാകണം. അത് മനുഷ്യമഹത്വത്തോടുള്ള നമ്മുടെ ആദരത്തിൻ്റെ ഭാഗമാണ് എന്ന കാര്യമാണ് മാർപ്പാപ്പ ഇവിടെ നമ്മോട് പറയുന്നത്. മറ്റൊരു കാര്യം എടുത്തു പറയുന്നത് വളരുന്ന തലമുറയോടുള്ള ശ്രദ്ധയാണ്, അവർക്ക് കൊടുക്കുന്ന പരിചരണമാണ്, അവരിലുള്ള താല്പര്യമാണ്. മാർപ്പാപ്പ പറയുന്നു, കുഞ്ഞുങ്ങൾ, ചെറുപ്പക്കാർ, ബാലികാബാലന്മാർ സഭയുടെയും ലോകത്തിൻ്റെയും സന്തോഷവും പ്രതീക്ഷയുമാണ് അവർ. അതുകൊണ്ട് അവരുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധയുണ്ടാകണം എല്ലായിടത്തും. അതാണ് മറ്റൊരു കാര്യം നമ്മൾ ചെയ്യേണ്ടത്. അതിനുവേണ്ടിയുള്ള കർമ്മ പരിപാടികൾ കൂടുതലായി നമ്മൾ ആസൂത്രണം ചെയ്യേണ്ടതുണ്ട്. മറ്റൊന്ന്, പ്രവാസികളായ ആളുകൾ, ചിതറിക്കപ്പെട്ട ആളുകൾ, അഭയാർത്ഥികളായി തീർന്ന ആളുകൾ, നാട് കടത്തപ്പെട്ട ആളുകൾ, ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ടല്ലോ, എല്ലാ കാലത്തുമുണ്ട്. അവർക്കും പ്രതീക്ഷയുടെ അടയാളങ്ങൾ നമ്മൾ പങ്കുചേരണമെന്നാണ് മാർപ്പാപ്പ പറയുന്നത്. പ്രത്യേകിച്ച് വളരെയധികം ആളുകൾ യുദ്ധങ്ങൾ മൂലവും മെച്ചപ്പെട്ട സൗകര്യങ്ങൾ തേടിയുമൊക്കെ മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ കുടിയേറുന്ന ഒരു പശ്ചാത്തലത്തിലാണ് മാർപ്പാപ്പ ഈ കാര്യങ്ങൾ പറയുന്നത് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റൊന്ന്, മുതിർന്നവരോടുള്ള കരുതലാണ്.
മുതിർന്നവരുടെ സംഖ്യ വർദ്ധിക്കുന്ന ഒരു കാലഘട്ടത്തിലുമാണ് നാം ജീവിക്കുന്നത്. ജനനം കുറവും മരണവും അതുപോലെ കുറയുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടുതൽ വയസ്സ് ചെന്ന ആളുകളാണ് ലോകത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മുത്തശ്ശന്മാരാണ്. അവരോട് കൂടുതൽ കരുതലുണ്ടാകണം നമ്മുടെ ചുമതലയാണ്. നമ്മുടെ നാട്ടിലും എല്ലാം ഇതിന് പ്രസക്തിയുണ്ട് എന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. മുത്തശ്ശന്മാരെ നിധികളായി നമ്മൾ കാണണമെന്ന് മാർപ്പാപ്പ പറയുകയാണ്. അവരുടെ അനുഭവങ്ങളാണ് പ്രധാനം. അത് ലോകത്തിന് ആവശ്യമുണ്ട്. നീണ്ടകാലത്തെ അനുഭവം വഴി, ജീവിതം വഴി അവർക്ക് ലഭിച്ച അനുഭവങ്ങൾ ഭാവി തലമുറയിലേക്ക് അത് കൈമാറാനായിട്ടും സാധിക്കണം. എപ്പോഴും മാർപ്പാപ്പ പറയും, അവർ തമ്മിലുള്ള ബന്ധം, ചെറുപ്പക്കാരും മുതിർന്നവരും തമ്മിലുള്ള ഇടപഴകൽ ബന്ധം വളരെ പ്രധാനപ്പെട്ടതാണ്. സമന്വയമുള്ള ഒരു ലോക സൃഷ്ടിക്ക്, സമൂഹ സൃഷ്ടിക്ക് ആവശ്യമാണ്. മറ്റൊന്ന് ദരിദ്രരോടുള്ള ശ്രദ്ധയാണ്. അവർ സമൂഹത്തിൻ്റെ സാമൂഹിക ജീവിതത്തിൻ്റെ അടിത്തട്ടിലേക്ക് ആഴ്ത്തപ്പെടുകയാണ്. വിടവുകൾ വർദ്ധിക്കുകയാണ്, ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള. അതുകൊണ്ട് ദരിദ്രരോടുള്ള ശ്രദ്ധ, അവരുടെ ഉന്നമനം നമ്മുടെ പ്രധാനപ്പെട്ട ഒരു കാര്യമാകണം. പ്രത്യേകിച്ച് ഒരു ജൂബിലി വർഷം അത് കർത്താവിന് സ്വീകാര്യമായ വത്സരമാണ്. സമത്വവും നീതിയും നടപ്പാക്കുന്ന സമയമാണ്. എല്ലാവർക്കും ജീവിക്കാനുള്ളതുണ്ടാകാനുള്ള ഒരു സാഹചര്യം, സാമൂഹിക അവസ്ഥ സൃഷ്ടിക്കപ്പെടാനുള്ള സമയമാണ്. ആ തരത്തിലുള്ള ശ്രദ്ധ നമുക്ക് ഉണ്ടാകണം എന്ന് മാർപ്പാപ്പ ഇവിടെ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. കടക്കണിയിൽ കഴിയുന്നവരെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ പറ്റുന്നത് ചെയ്യാനും മാർപ്പാപ്പ പറയുന്നുണ്ട്. അത് രാഷ്ട്രമാകാം, വ്യക്തികളാകാം, സ്വന്തം പിടിപ്പുകേട് കൊണ്ടാകാം, ദുരുപയോഗം കൊണ്ടാകാം, എന്തുമാകട്ടെ. കടക്കണിയിൽ നിന്ന് വിമുക്തരാകാതെ ഒരു രാഷ്ട്രത്തിനും മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല, പുരോഗതി കൈവരിക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ കുടുംബത്തിനാണെങ്കിലും വ്യക്തികൾക്കാണെങ്കിലും അവരുടെ വിടുതലിനായി, സ്വാതന്ത്ര്യത്തിനായി ഉള്ള പ്രവർത്തനങ്ങൾ പ്രധാനപ്പെട്ടതായി മാർപ്പാപ്പ എടുത്തു കാട്ടുന്നു. സംഭാഷണവും ഉപവിപ്രവൃത്തികളും വഴി മറ്റൊരു കാര്യം മാർപ്പാപ്പ പറയുന്ന ഇതാണ്: ഐക്യം കെട്ടിപ്പടുക്കുക. ഈ കാലഘട്ടത്തിൽ ലോകത്തിൽ ആവശ്യമായിരിക്കുന്നത് സംഭാഷണമാണ്, ഉപവിപ്രവൃത്തികളാണ്, കാരുണ്യപ്രവൃത്തികളാണ്. അതുവഴി ഉണ്ടാകുന്ന ഒരൈക്യം, സാമൂഹിക ഐക്യം ഉണ്ടാകണമെന്ന് മാർപ്പാപ്പ പറയുന്നു. ഇതെല്ലാം നല്ലതാണ്. നമുക്ക് പറ്റുന്നത് നമ്മൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഇതൊന്നും നമ്മൾ അറിയാത്ത മട്ടിൽ കടന്നു പോകരുത്. ലോകത്തെ കൂടുതൽ നീതിനിഷ്ഠമാക്കുന്നതിനുള്ള കാര്യങ്ങളാണ് ഇതിലൂടെ അവതരിപ്പിക്കപ്പെടുന്നത്. മറ്റൊന്ന്, മനസ്സുകളും ഹൃദയങ്ങളും നമ്മൾ തുറക്കണം. മറ്റുള്ളവരോട് ക്ഷമിക്കാൻ. പരസ്പരം മുറിവേൽപ്പിച്ചിട്ടുള്ളവർ കാണും, അറിഞ്ഞുമറിയാതെയും വേദനിപ്പിച്ചിട്ടുള്ളവരുണ്ടാകും. അവരോട് ക്ഷമിക്കാൻ നമ്മുടെ മനസ്സുകളും ഹൃദയങ്ങളും തുറക്കാനുള്ള അവസരമാണ് ജൂബിലി വർഷം. അതൊരു പ്രത്യേക അവസരം നമുക്കായി നൽകപ്പെടുകയാണ് എന്ന കാര്യം മറക്കരുത്. മറ്റൊരു കാര്യം മാർപ്പാപ്പ എപ്പോഴും പറഞ്ഞു തരുന്നതാണ്, അടുത്ത കാലങ്ങളിലൊക്കെ ആവർത്തിച്ച് പറയുന്നുണ്ട്. മാർപ്പാപ്പ പറയുന്നത് എന്താണ്? യുദ്ധം അവസാനിപ്പിക്കാനും സമാധാനം സ്ഥാപിക്കാനും എന്തു ചെയ്യാൻ പറ്റുമെന്ന് ഗൗരവമായി ചിന്തിക്കണം. പോസിറ്റീവായിട്ടുള്ള ഭാവാത്മകമായ നടപടികൾ സ്വീകരിക്കാൻ ഈ ജൂബിലി വർഷത്തിൽ സാധിക്കണമെന്ന് പരിശുദ്ധ പിതാവ് നമ്മോട് പറയുകയാണ്. അത് പ്രധാനമാണ്. അതുകൊണ്ട് ഇവിടെയൊക്കെ വലിയ ഡിപ്ലോമസി വേണ്ടി വരും, ഡിപ്ലോമാറ്റിക് പ്രവർത്തനങ്ങൾ വേണ്ടി വരും, നയതന്ത്രജ്ഞത വേണ്ടി വരും. അത് ക്രിയാത്മകതയോടും ധീരതയോടും കൂടെ ചെയ്യുന്നതിൽ ഒരു മടുപ്പും ഉണ്ടാകരുത്. ഒന്ന് പറഞ്ഞു, അല്ല ശ്രമിച്ചു, പരാജയപ്പെട്ടു, അതുകൊണ്ട് ഉപേക്ഷിച്ച് പോകരുത്. നിരന്തരമായി കാര്യങ്ങൾ നടക്കണമെന്ന് പരിശുദ്ധ പിതാവ് പറയുകയാണ്. ഭാവാത്മകമായ പോസിറ്റീവായ നടപടികളാണ് ഉണ്ടാകേണ്ടത്. ധീരതയോടും ക്രിയാത്മകതയോടും കൂടെ സമർപ്പണം ഇതിനു വേണ്ടി നടത്തണമെന്ന് മാർപ്പാപ്പ പറയുകയാണ്. ധീരതയും വേണം, ക്രിയാത്മകതയും വേണം. എല്ലായിടത്തും പ്രശ്നങ്ങളുണ്ടാകും, ലോകത്ത് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും, എതിർപ്പുകളുണ്ടാകും, വഴക്കുകളുണ്ടാകും, യുദ്ധങ്ങളുണ്ടാകും, സംഘർഷങ്ങൾ, ഇതൊക്കെ ജീവിതത്തിലുണ്ട്.
മനുഷ്യർ ജീവിക്കുന്നിടത്തുണ്ട്. പക്ഷേ ഇത് പരിഹരിക്കണം എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഓരോ അവസരവും നമ്മൾ ഈ കിട്ടുന്ന ഓരോ പ്രവർത്തനങ്ങളും നീണ്ടു നിൽക്കുന്ന സമാധാനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതായിരിക്കണം. അതിന് സഹായിക്കുന്ന ഡിപ്ലോമാറ്റിക് ചർച്ചകൾ നമുക്ക് ഉണ്ടാകണം, സംഭാഷണങ്ങൾ ഉണ്ടാകണം. അതിന് ഉള്ള ശ്രമങ്ങളെ മാർപ്പാപ്പ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്, ആവശ്യപ്പെടുകയാണ് ശക്തമായി. ഇതാണ് മറ്റൊരു കാര്യം. അപ്പം ഈ ജൂബിലി വർഷം എന്ന് പറയുന്നത് വെറും ഒരു ആത്മീയ കാര്യങ്ങൾ, കുറേ ഭക്തി കാര്യങ്ങളിലേക്ക് ചുരുങ്ങാനുള്ളതല്ല. സമൂഹത്തിൻ്റെ ഉന്നതി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഉണ്ടാകേണ്ടത്. മനുഷ്യൻ്റെ എല്ലാ മനുഷ്യൻ്റെയും മഹത്വവും പുരോഗതിയും വികസനവും ലക്ഷ്യം വെച്ചാണ് പോകേണ്ടത്. ആ തരത്തിലുള്ള നിലപാടുകളിലേക്കാണ് ഈ ജൂബിലി വർഷം, പ്രത്യേകിച്ച് പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല എന്ന രേഖയിലൂടെ മാർപ്പാപ്പ പഠിപ്പിക്കുന്നത്, ആവശ്യപ്പെടുന്നത്. മറ്റൊരു കാര്യം മാർപ്പാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് വളരെ വ്യക്തമാണ്. ജയിലുകളിൽ കിടക്കുന്നവർ, ആശുപത്രിയിൽ കിടക്കുന്നവർ, നമ്മുടെ വ്യക്തികളുടെ മഹത്വം ലംഘിക്കപ്പെട്ടിരിക്കുന്ന ആളുകൾ, ആ സ്ഥലങ്ങൾ, ദാരിദ്ര്യം വർദ്ധിച്ചിരിക്കുന്ന സ്ഥലത്ത്, ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വിടവ് വർദ്ധിച്ചിരിക്കുന്ന സ്ഥലത്ത്, അതുപോലെ തന്നെ സാമൂഹികമായുള്ള അധപതനം, ഡിക്കെ നടക്കുന്ന സ്ഥലങ്ങൾ, അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാനായിട്ട് പ്രതീക്ഷയുടെ മിഷനറിമാർ ഉണ്ടാകണമെന്ന് മാർപ്പാപ്പ പറയുകയാണ്. ഒരു വാക്കുപയോഗിച്ച് ഇതാണ്, പ്രതീക്ഷയുടെ മിഷനറിമാർ, പ്രേക്ഷിതർ. ഇങ്ങനെയുള്ള ആളുകൾ രൂപം കൊള്ളാൻ കഴിയേണ്ട ഒരു സമയമാണ് ജൂബിലി വർഷം. ഇത്രയും കാര്യങ്ങളാണ് അടിസ്ഥാനപരമായി മാർപ്പാപ്പ തൻ്റെ ഈ രേഖയിലൂടെ പ്രത്യാശ നമ്മെ നിരാശപ്പെടുത്തുന്നില്ല എന്ന രേഖയിലൂടെ നമ്മോട് പറയുന്നത്. ജൂബിലി വർഷത്തിനുള്ള ചിന്തകളാണ്, ജൂബിലി വർഷത്തിനായി ഒരുങ്ങാനുള്ള നിർദ്ദേശങ്ങളാണ് ഇതുവഴി നൽകുന്നത്. ഞാൻ ആദ്യ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രത്യാശയ്ക്കാണ് ഊന്നൽ കൊടുത്തിരിക്കുന്നത്. പ്രത്യാശയെ മന്ദീഭവിപ്പിക്കുന്ന, അതിന് തടസ്സം നിൽക്കുന്ന ഒട്ടനവധി സാഹചര്യങ്ങൾ വ്യക്തി ജീവിതത്തിലും സമൂഹ ജീവിതത്തിലും രാഷ്ട്രാന്തര ബന്ധങ്ങളിലുമൊക്കെ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ പ്രത്യാശയുടെ വക്താക്കളാകാൻ, പ്രത്യാശയുടെ മിഷണറിമാരാകാൻ പ്രേരിപ്പിക്കുകയാണ് ഈ ജൂബിലി വർഷത്തിൽ പരിശുദ്ധ പിതാവ് ചെയ്യുന്നത്. കർത്താവിൻ്റെ പിറവിയുടെ മഹത്തായ ഒരു ജൂബിലിയാണ്. ഓരോ സമയവും ഓരോ കാലവും നമുക്ക് നൽകുന്നത് നമ്മെ തന്നെ നവീകരിക്കാനുള്ളൊരവസരമാണ്. മാർപ്പാപ്പ ഈ രേഖയിൽ ആവർത്തിച്ച് പറയുന്നത് പോലെ വലിയൊരു നവീകരണത്തിനുള്ള വേദിയാകണം നമ്മുടെ ജൂബിലി ആഘോഷങ്ങൾ. വെറും ഒരു ആഘോഷത്തിൽ, ഭൗതികമായ ആഘോഷത്തിൽ അത് ഒതുങ്ങിപ്പോകരുത് എന്നതാണ് പ്രധാനം. ആന്തരികതയിലേക്കുള്ള ഒരു യാത്രയാണിത്. നമ്മെ തന്നെ കണ്ടെത്താനുള്ളൊരു യാത്രയാണ്. അതിന് രണ്ട് കാര്യങ്ങൾ മാർപ്പാപ്പ എടുത്ത് പറയുന്നുണ്ട്. കാലത്തിൻ്റെ അടയാളങ്ങൾ, ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്ന് വ്യക്തമായി വായിക്കുക. അത് പ്രധാനപ്പെട്ടതാണ്. വില്യം ബാർക്ലേ എന്ന് പറയുന്ന ഒരു ബൈബിൾ പണ്ഡിതൻ, പഴയ ആളാണ്, എഴുതിയത് ഓർക്കുന്നുണ്ട്. നമ്മൾ ഇന്ന് സുവിശേഷം പ്രസംഗിക്കണമെങ്കിൽ ഒരു കയ്യിൽ ദിനപത്രവും, ഇന്നിപ്പം വേണമെങ്കിൽ നമുക്ക് വാട്സാപ്പോ നമ്മുടെ സാമൂഹിക സമ്പർക്ക മാർഗങ്ങളോ ഇതെല്ലാം ഉപയോഗിക്കേണ്ടി വരും. പത്രങ്ങളെക്കാൾ കൂടുതൽ എല്ലാം നമുക്ക് കിട്ടുന്ന അതും മറുവശത്ത് ദൈവവചനവുമാകണമെന്ന്. ദൈവവചനത്തെ ഇന്നിൻ്റെ മനുഷ്യനെ അവതരിപ്പിക്കത്തക്ക രീതിയിൽ അത് ക്രമപ്പെടുത്തണമെങ്കിൽ, ആ സുവിശേഷം ഇന്ന് സുവിശേഷമായി തീരണമെങ്കിൽ അത് ആവശ്യമാണ് എന്ന് പറഞ്ഞത് എത്രയോ സുന്ദരമാണ്. മാർപ്പാപ്പ അത് തന്നെയാണ് പറയുന്നത്. കാലത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിച്ചുകൊണ്ട്, സുവിശേഷം വായിച്ചുകൊണ്ട് ആന്തരിക യാത്ര നടത്തുക. ആന്തരിക യാത്ര നമ്മളിൽ പ്രത്യാശയുണ്ടാകാനും ദൈവം നൽകിയിരിക്കുന്ന നമ്മുടെ ശക്തികൾ മുഴുവനും ഉജ്ജ്വലിപ്പിക്കാനും ഇടയാകണം. ഈശോയെ നവമായി കണ്ടെത്താനാണ് നമ്മുടെ യാത്ര. ഒരു തീർത്ഥാടനമാണ് ജൂബിലി വർഷം. ആ തീർത്ഥാടനത്തിൻ്റെയും ആത്യന്തിക ലക്ഷ്യം ഇതാണ്: ഈശോയെ വ്യക്തിപരമായി കണ്ടെത്തുക, ഈശോയിൽ പൂർണ്ണമായി ആശ്രയിക്കുക,
ആശ്രയത്വം വളർത്തുക എന്നതാണ്. ഈ പ്രത്യാശയിൽ മുന്നോട്ട് പോകാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ജൂബിലി ആഘോഷങ്ങൾ വ്യക്തിതലത്തിൽ കൂടുതൽ ആസൂത്രണം ചെയ്യുന്നതിന് ഈ എപ്പിസോഡുകൾ എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് ഞാൻ ഹൃദയപൂർവ്വം ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ജൂബിലി വർഷം നമുക്ക് എല്ലാ തരത്തിലും അനുഗ്രഹീതമായി തീരുകയും ചെയ്യട്ടെ.